ഇന്ന് രാവിലെ എണീറ്റപ്പോൾ വീട്ടിൽ നമുക്ക് വേണ്ട മെയിൻ സാധനം ഇല്ല. വേറെ ഒന്നുമല്ല, പാല് തീർന്നു. വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് പാൽ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. അങ്ങനെ പാലൊക്കെ മേടിച്ചുകൊണ്ട് പല്ല് വെച്ചിട്ട് നേരെ പോയി ചായ കുടിച്ചു. ഇത് ഇന്നലെ പെരുന്നാളായോണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉച്ചയായപ്പോൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തോടുകൂടി ബിരിയാണിയും തീർന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഇന്നലെ കുറച്ച് പെരുന്നാപ്പണം കിട്ടിയായിരുന്നു, അത് കൈ വെച്ചുകൊണ്ടിരുന്ന വെറുതെ ചിലവായി പോകും. അപ്പോൾ പിന്നെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ തീർക്കാൻ വിചാരിച്ചു. അങ്ങനെ ബൈക്കിന്റെ വർക്ക്ഷോപ്പിലെത്തി വണ്ടിയുടെ ഓയിലൊക്കെ മാറി. അതുപോലെ തന്നെ സെൽഫിന്റെ സ്വിച്ചും കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ നന്നാക്കിയിട്ട് നേരെ സീറ്റ് ഓവർ മാറാൻ പോയി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, വണ്ടിയുടെ സ്പീഡ് മീറ്റർ വർക്ക് ആവുള്ള. അത് വർക്ക് ചെയ്താലാണ് കിലോമീറ്റർ വർക്ക് ചെയ്യും. എന്തായാലും ഇനി സീറ്റ് ഓവർ മാറിയിട്ട് വന്ന് വിചാരിച്ചു. അങ്ങനെ സീറ്റ് ഓവറൊക്കെ മാറ്റിയിട്ട് തിരിച്ച് നേരെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോയി. അങ്ങനെ വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ അവർ ചായ കുടിക്കാൻ പോയപ്പോൾ പിന്നെ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവർ തിരിച്ചു വന്ന് വണ്ടി കഴിച്ചു നോക്കിയപ്പോൾ കേബിൾ പോയത്. എന്റെ വളരെ നല്ല സമയമായിരുന്നു. വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന കേബിളും തീർന്നു. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് കടയിൽ പോയി കേബിൾ വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 8 മണി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അതേ കിടക്കണം, അതിലും വലിയൊരു പണി. വാപ്പിച്ചും ഉമ്മച്ചിയും കൂടി ചക്ക പറിച്ചത്. ചക്ക വലയും പൊട്ടിച്ച് നേരെ കിണറ്റിലേക്ക് ആയിട്ട്. കിണറിന് വലയിടായിരുന്നാൽ ശരിയാവില്ല, അവിടെ നിറച്ച് പൂച്ചകളാണ്. വലയിടൽ നാളത്തേക്ക് മാറ്റി വെച്ചാൽ കിണർ വറ്റിക്കേണ്ടി വരും. അത്ര നല്ല പൂച്ചമക്കളാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിനു മുമ്പ് ആദ്യം കിണറ്റി ചാടി ചക്ക എടുക്കണമായിരുന്നു. അങ്ങനെ ഒരു കൊട്ട കെട്ടി കിണറ്റിലേക്ക് ഇറക്കി. അത് കഴിഞ്ഞ ഒരു തോട്ടി ഇറക്കി ചക്ക പതിയെ നീക്കി കൊട്ടയിലേക്ക് കയറ്റി. എന്തായാലും ഒരു വിധത്തിൽ സാധനം കറി കയറ്റി. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ പോയി നേരെ ചായ ഉണ്ടാക്കി. വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ ഒരു ഭ്രാന്തും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോഴാണ് ഈ ചക്ക പണിയാണ്. എന്തായാലും ഇപ്പൊ സമാധാനമായി. അങ്ങനെ ചക്കയോടുള്ള പ്രതിഷേധം ചക്ക വറുത്ത് കഴിച്ച് തന്നെ തീർത്തു. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ.